അവൻ ഇത്തിരി മദ്യപിച്ചിട്ടുണ്ട്. നന്ദു മദ്യപിച്ചെന്നോ? എന്തോ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ഇസബെല്ല അവന്റെ കൂടെ ഉണ്ട്. അവനെ സമാധാനിപ്പിക്കുക. അവന്റെ ഏതൊക്കെയോ കൂട്ടുകാരുമായി ചേർന്ന് മദ്യപിച്ചു എന്നാ ഇസബെല്ല പറഞ്ഞ്. അതിന്റെ ചില ബുദ്ധിമുട്ടുകളിൽ അങ്ങനെ നടന്നു വരുമ്പോ അവന് വെറുതെ ഓരോന്ന് തോന്നിയെന്നോ. എന്ത് തോന്നിയെന്ന്? അല്ല, അത് എന്താ അമ്മേ? അമ്മയൊന്ന് വ്യക്തമായിട്ട് പറ. മദ്യത്തിന്റെ ലഹരിയില് മരിച്ചുപോയ ഋഷിയുടെ പ്രേതത്തെ കണ്ടു അത്രേ. മരിച്ചുപോയ ഋഷിയോ? ഋഷി മരിച്ചു എന്നാരാ പറഞ്ഞത്? ഋഷി മരിച്ചു എന്നാണോ അമ്മ ഈ പറയുന്നേ? അല്ല, ഋഷി മരിച്ചിട്ടുണ്ടാകുന്നൊക്കെ ഓരോ വാർത്തകൾ അവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ കൂടി മനസ്സിൽ കിടന്നു കാണും. ആരെയോ കണ്ടപ്പോ ഋഷിന്ന് തോന്നിയതായിരിക്കും. എന്തായാലും ഞാൻ അവനെ ഒന്ന് കാണട്ടെ. സിദ്ധു, വേണ്ട. അവന് നല്ല കുറ്റബോധമുണ്ട്. മദ്യപിച്ചു എന്ന് അച്ഛൻ അറിഞ്ഞെന്ന് മനസ്സിലായ അവന് വിഷമാവും. സിദ്ധു ഒന്നും ചോദിക്കണ്ട. വേണ്ട, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ഓരോരുത്തരും അവർക്ക് തോന്നും പോലെ നടക്കട്ടെ. നേരും നെറിയില്ലാത്ത മുതലാളിമാർക്ക് വേണ്ടി നാടനെ നശിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നവർ അത് ചെയ്യട്ടെ. കള്ളു കുടിച്ച് വഴിയിൽ കുഴഞ്ഞു വീണ് കിടക്കുന്നവർ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെയൊന്നും കുറ്റപ്പെടുത്താതെ സിദ്ധു. ഞാൻ അങ്ങനെ പറയൂ. ഈ വീടിനൊരു പേരുണ്ടായിരുന്നു. ചന്ദ്രോത്തിനോട് നാട്ടുകാർക്ക് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് അത് നശിപ്പിച്ചു. മോള് വിഷമിക്കണ്ട. കൃത്യമായ ഒരു അവസരം വരട്ടെ. സിദ്ധുവിനോട് ഞാൻ പറയാൻ കാര്യങ്ങള്. വേണ്ടമ്മേ, അത് കഴിഞ്ഞു. അത് വിട്ടേക്ക്. സത്യങ്ങളൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ അന്തരീക്ഷം ഇനിയും വഷളാക്കണ്ട. പോട്ടെ, ഒക്കെ ഞാൻ സഹിച്ചോളാം. എനിക്ക് പറയേണ്ടത് ഇസബെല്ല എങ്ങനെ നന്ദുവിന്റെ അടുത്ത് എത്തിയെന്നാ. നന്ദു ബോധം കെട്ട് കിടക്കുന്നു അവളെ ആരാ വിളിച്ചു പറഞ്ഞേ? അതുമല്ല, നന്ദുനെ ഇവിടെ എത്തിച്ചിട്ട് അവൾ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവരൊക്കെ കൂട്ടുകാരല്ലേ. അതറിയാവുന്ന ആരോ വിളിച്ച് പറഞ്ഞതായിരിക്കും മോളെ. ഇസബെല്ല ചെയ്തതൊരു നല്ല കാര്യമല്ലേ? അവളുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നന്ദിനു വേണ്ടി അവള് ബുദ്ധിമുട്ടിയില്ലേ?